ഹായ് ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു സ്ലീവ്ലെസ് ആയിട്ടുള്ളൊരു ബ്ലൗസാണ് തയ്ക്കുന്നത്. ഞാൻ എൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏകദേശമൊക്കെ കുറേ കാര്യങ്ങളൊക്കെ. ഞാൻ സ്റ്റിച്ചിങ് പഠിച്ച ഒരു വ്യക്തിയല്ലായിരുന്നു. സ്റ്റിച്ചിങ്ങിനെ പറ്റി യാതൊരു ഐഡിയ ഇല്ലാതായിരുന്നു ഞാൻ സ്റ്റിച്ചിങ് തുടങ്ങുന്നത്. കാരണം ആദ്യമൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയങ്ങളിലെല്ലാം ഒരുപാട് ഫാൾട്ടായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. എന്നാലും സാരമില്ല, എന്നാലും പുറത്തുള്ളവരുടെ ഒന്നും അല്ല, നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ തന്നെ ആയിരുന്നു. അപ്പം അവിടെ നിന്ന് ഞാൻ ഇന്ന് ഇവിടം വരെ സ്റ്റിച്ചിങ്ങിൻ്റെ ഈ ഒരു ബേസ് എല്ലാം മനസ്സിലാക്കി ഇത്രയൊക്കെ ആക്കി തീർത്തെങ്കിൽ അത് സ്റ്റിച്ചിങ്ങിനോടുള്ള താല്പര്യം കൊണ്ടാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന സ്റ്റിച്ചിങ്ങിനോട് താല്പര്യമുള്ള ആൾക്കാർ തീർച്ചയായും ഈ വീഡിയോ കാണണം. ഇപ്പോൾ സ്ലീവ്ലെസ് ആയിട്ടുള്ളൊരു ബ്ലൗസ് തയ്ക്കുന്ന ഞാൻ ഫസ്റ്റ് ആണ്. ഇതിന് മുന്നേ ഫ്രോക്കൊക്കെ തയ്ച്ചിട്ടുണ്ട്, എങ്കിലും ബ്ലൗസ് ഇത് ആദ്യമായിട്ടാണ് തയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ഒരു ഇതൊക്കെ ഉണ്ട്. കാരണം എന്നാലും നമുക്ക് കുഴപ്പമില്ല, നമ്മൾ എല്ലാം തയ്ച്ച് എടുക്കുന്നില്ലേ. അന്നേരം പിന്നെ ഇത് നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ള ഒരു ഇതിൽ തന്നെയാണ് നമ്മൾ തയ്ക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ലൈനിങ്ങിൻ്റെ ക്ലോത്ത് ആണ് ഫസ്റ്റിൽ എടുക്കുന്നത്. അപ്പോൾ അതിലാണെങ്കിൽ ഇതുപോലെ നമ്മൾ മെഷർമെൻ്റ് ഒക്കെ എടുക്കണമല്ലോ. അങ്ങനെ മെഷർമെൻ്റ് എടുത്ത് എനിക്ക് 31 ആണ് വിഡ്ത്ത് വന്നേക്കുന്നത്. ലാസ്റ്റ് വിഡ്ത്ത് 26, ലെങ്ത് എന്ന് പറയുന്നത് 40 ആണ്. അപ്പോൾ മേളിൽ ഞാനൊരു 1/2 ഇഞ്ച് മാറ്റിയിട്ട്, കാരണം അതിൻ്റെ തയ്യൽ തുമ്പ് ഷോൾഡർ അടിക്കാനുള്ള ഒരു 1/2 ഇഞ്ച് താത്തിട്ടാണ് ഞാൻ ആ 40 അളവെടുക്കുന്നത്. അപ്പം നമ്മൾ ഇതുപോലെ ഇങ്ങനെ അളവെടുത്തതിന് ശേഷം നമ്മളൊരു സ്കെയിൽ കൊണ്ട് ഇങ്ങനെ അളവെടുക്കുമ്പം നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ലെവലിന് നമ്മളങ്ങ് പോകും. ഒരു തുണി നമ്മൾ വെട്ടുമ്പം തുണി ചരിച്ചും പിരിച്ചുമൊക്കെ വെട്ടുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ തയ്ക്കുന്ന തുണിക്ക് ഒരു ഇത് കിട്ടത്തില്ല. എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് കിട്ടത്തില്ല. നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു തുണിയുടെ ആ ഒരു ഭാഗം നമ്മൾ ആദ്യം നമുക്കതൊന്നും പറ്റത്തില്ല. നമ്മൾ പിന്നീടൊക്കെയാണ് നമ്മൾ ആ കറക്റ്റ് ആ ഒരു പൊസിഷനിൽ വെട്ടി കഴിയുമ്പോൾ എത്ര കൊള്ളാത്ത തുണിയാണെന്ന് പറഞ്ഞാലും നല്ല അടിപൊളിയായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ 1/2 ഇഞ്ച് മേളിൽ കട്ട് ചെയ്ത് 1/2 ഇഞ്ച് ഞാൻ മേളിൽ മാറ്റിയിട്ടാണ് നമ്മൾ താഴോട്ട് 14 ഇഞ്ച് ലെങ്ത് എടുത്തേക്കുന്നത്. താഴെ ഒരു 1/2 ഇഞ്ച്, കാരണം ബാക്കിലെ തുണിക്ക് നമ്മളൊരു 1/2 ഇഞ്ച് ഇട്ടാൽ മതി. കാരണം നമുക്കൊരു എക്സ്ട്രാ ഒരു പടി വെച്ച് അടിക്കുക, അതാണ് നല്ലത്. നമ്മളല്ലാതെ നമ്മൾ ഒരു 1.5 ഇഞ്ചും കൂടെ എക്സ്ട്രാ എടുത്തേച്ച് നമ്മൾ അടിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ഒരു കട്ടി പോലെ ഇരിക്കും. അതിന് നല്ലത് നമ്മളൊരു 1/2 ഇഞ്ച് ഇട്ടേച്ച് ബാക്കി നമുക്ക് 1.5 ഇഞ്ച് നമ്മൾ പടി എടുത്തേച്ച് നമുക്ക് അടിക്കാം. ഇത് ഷോൾഡർ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരാളുടെ ബോഡി മെഷർമെൻറ്റിൽ ഷോൾഡർ 16 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തോണം. നമ്മൾ ആ 16ൻ്റെ പകുതി ഇപ്പോൾ വൈഡായിട്ട് നെക്ക് വേണമെന്ന് പറയുന്ന ഒരു വ്യക്തിക്കാണ് നമ്മൾ 16 ഇഞ്ച്. ഞാൻ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം, എനിക്കൊക്കെ പറ്റിയിട്ടുള്ള അബദ്ധങ്ങളാണ്. നമ്മളിപ്പോൾ ആരെങ്കിലും പറയുന്നത് കേൾക്കുമ്പോൾ 2.5 ഇഞ്ച് ഷോൾഡർ, 2.5 ഇഞ്ച് കഴുത്തകലം. അപ്പം ഈ ആളിൻ്റെ ഷോൾഡറിൻ്റെ ഫുൾ അളവെന്ന് പറഞ്ഞാൽ 2.5 ഇഞ്ചും 2.5 ഇഞ്ചും എത്രയായി? 5 ഇഞ്ചായി. 5 ഇഞ്ചും അപ്പുറം ഇപ്പുറവും കൂടെ വരുമ്പോൾ 10 ഇഞ്ച്. അയാളുടെ ഷോൾഡറിൻ്റെ അളവ് ഒരു 16 ഇഞ്ചായിരിക്കും. എങ്ങനെ കണക്ക് കറക്റ്റ് ആവും? അതൊരിക്കലും കറക്റ്റ് ആകത്തില്ല. നമ്മൾ ഒരാളിൻ്റെ ബോഡിയിൽ നിന്ന് എടുക്കുന്ന ഷോൾഡറിൻ്റെ ഇപ്പോൾ 17 ഇഞ്ച് അളവെടുക്കുന്നെങ്കിൽ ഒരു 16 ഇഞ്ച് കൂട്ടാം. അതൊക്കെ നമ്മുടെ ഒരു ഐഡിയ ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ പകുതി എടുക്കണം. പകുതി ഷോൾഡറും പകുതി നെക്കും ആകുമ്പം ആ കഴുത്ത് കറക്റ്റായിട്ടിരിക്കും. അതുകൊണ്ട് ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കോണം. നമ്മളൊരാളുടെ ബോഡി മെഷർമെൻറ്റിൽ നിന്ന് ഷോൾഡർ എത്ര ആണോ എടുക്കുന്നത്, ഇപ്പോൾ ഒരു 16 ആണെന്നുണ്ടെങ്കിൽ 16ൻ്റെ പകുതി 8 ഇഞ്ച്, അല്ല ആ 8 ഇഞ്ചിൻ്റെ പകുതിയാണ്. പകുതി 4 ഇഞ്ച് കഴുത്തും 4 ഇഞ്ച് ഷോൾഡറും ആക്കി മാറ്റണം. പിന്നെ കഴുത്ത് ഒരുപാട് വൈഡ് ആകണ്ടെന്ന് പറയുന്ന ആൾക്കാർക്ക് മാത്രമേ ഈ 4 ഇഞ്ചിൻ്റെ പകുതി ഒരു 3 ഒക്കെ എടുക്കാവുള്ളൂ. അപ്പോൾ അതൊക്കെ നമുക്കൊരു പിന്നീട് നല്ല ഡീറ്റെയിൽസ് ആയിട്ടുള്ളൊരു ക്ലാസ്സിൽ നമുക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഞാനീ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇപ്പോൾ എൻ്റെ ബോഡി ഞാൻ എടുത്തേക്കുന്ന ആ ആളിൻ്റെ ബോഡി ഷോൾഡർ എന്ന് പറയുന്നത് 16 തോന്നുന്നു. ഞാനിപ്പം വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് ഞാനത് ഓർക്കുന്നില്ല. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് എൻ്റെ പകുതിയാണ് ഞാൻ ഈ എടുത്തേക്കുന്നത്. അവർക്ക് അന്നേരം ആ ഒരു പടി ഒരു 2.5 ഇഞ്ച് മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ 2.5 ഇഞ്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ തയ്യൽ തുമ്പിട്ട് വേണം നമ്മൾ അത് വെട്ടേണ്ടത്. അപ്പോൾ നമ്മൾ ഈ സ്ലീവ്ലെസ് ആയിട്ടുള്ള ബ്ലൗസിൻ്റെ കഴുത്ത് അതിൻ്റെ ആ കശക്കുഴി ഉണ്ടല്ലോ, ആ കശക്കുഴി ഭാഗത്ത് നമ്മൾ ഒരുപാട് അങ്ങ് ഇറങ്ങിയിരിക്കരുത്. കാരണം നമ്മുടെ ഉൾഭാഗം കാണും. അപ്പോൾ നമ്മൾ അത്രയും ആവരുത്. ആ ഒരു ശകലം ആ ഒരു ഇത് നമുക്ക് അളവ് വരയ്ക്കുമ്പോൾ മനസ്സിലാവും. നമ്മൾ പെട്ടെന്നൊരു വ്യക്തിക്ക് ഓടി ഒന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. നമ്മൾ ആലോചിക്കണം, ആ ആൾ ആ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കണമെന്ന് നമ്മൾ ആലോചിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ അളവെടുക്കാവുള്ളൂ. എനിക്ക് 2.5 ഇഞ്ചാണ് ആ പടി താഴോട്ട് വേണ്ടത്. അപ്പോൾ ഞാൻ ആ 2.5 ഇഞ്ച്, ഞാൻ ഈ 2.5 ഇഞ്ച് അളവ് ഞാൻ നോക്കിയിട്ടാണ് ഈ കഴുത്ത്
നമ്മൾ ഈ മെഷർമെൻറ്റ് ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ തയ്ച്ച് കഴിയുമ്പം കുറഞ്ഞു പോരുത്. ഈ 2.5 ഇഞ്ച് എന്നുള്ളത് ഇത് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ പണി കിട്ടും. കാരണം നമ്മൾ പിന്നെ എന്ത് ചെയ്യും, തുണി അവർ തന്നതല്ലയോ. അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് അളവ് എടുക്കാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ഇടും. കാരണം പറഞ്ഞു തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതുപോലെ കൈക്കുഴിയെല്ലാം വെട്ടി. എൻ്റെ കയ്യിൽ ഒരു റോളർ ഉണ്ടായിരുന്നു. പക്ഷേ ആ റോളർ ഈ ഓണത്തിന് തിരക്കിൻ്റെ ഇടയ്ക്ക് എങ്ങനെയോ മിസ്സായി. ഇനി അത് കണ്ടുപിടിക്കണം. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അളവ് നമുക്ക് ബാക്കിൽ തുണിയിലും കൂടെ ആവും. അപ്പോൾ എൻ്റെ 20. പിന്നെ ഇതൊരു കാര്യം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നമ്മൾ ബോഡിയിൽ നിന്ന് നമ്മൾ കറക്റ്റ് അളവെടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ആ അളവിൻ്റെ 4/1 തുണിയിൽ വെട്ടും. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പണി കിട്ടുമെന്ന് വെച്ചാൽ, ഇപ്പോൾ ആ ആൾ നമ്മളിപ്പോൾ കറക്റ്റ് 26 ഇഞ്ച് അളവുള്ള ഒരാൾക്ക് നമ്മൾ 4/1 എടുത്ത് നമ്മൾ എല്ലാം അളന്നെല്ലാം കറക്റ്റാക്കി നമ്മൾ നോക്കുമ്പോൾ ആ തുണി അളന്ന് നോക്കുമ്പോൾ 26 കറക്റ്റ് അളവാണല്ലോ. ഈ കശി വന്ന് ഇട്ട് നോക്കുമ്പം ഫിറ്റായിരിക്കും, ടൈറ്റായിരിക്കും, പതിഞ്ഞിരിക്കും. അപ്പം അതെല്ലാം മാറ്റണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെയൊക്കെ എനിക്ക് തോന്നുന്നു അങ്ങനെ ആരും ഈ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ മിക്ക വീഡിയോസും ഒക്കെ കണ്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അവർ പറയുന്ന അളവെന്ന് പറയുന്നത് കറക്റ്റ് ബോഡി മെഷർമെൻറ്റിൽ നിന്ന് എടുത്ത, ഇപ്പം ഒരു 30 അളവെന്ന് വെച്ചോ. 30ൻ്റെ പകുതി 15, 15ൻ്റെ പകുതി 7.5. അപ്പോൾ ആ 7.5 അളവിടുന്നത്. പക്ഷേ ആ 7.5 ഇട്ട് കഴിഞ്ഞാൽ ആ ആളിന് കറക്റ്റ് ആവത്തില്ല. അതാവണമെന്നറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഇട്ടേക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ട് നിങ്ങൾ ഇങ്ങോട്ട് കമൻറ്റ് ചെയ്യണം. അതെങ്ങനെയാ കറക്റ്റ് ആവണമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ, എങ്കിൽ മാത്രമേ ഞാനത് പറഞ്ഞു തരത്തുള്ളൂ. കാരണം അങ്ങനെയൊക്കെയുള്ള നുറുക്ക് വിദ്യകളും കാര്യങ്ങളും ഒക്കെ ഇതിനകത്തുണ്ട്. ഒരു വീഡിയോ യൂട്യൂബ് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ പറഞ്ഞു തന്നിട്ടില്ലെന്നാണ് എൻ്റെ തോന്നലല്ല, ശരിക്കും ഞാൻ കേട്ടിട്ടില്ല. ഇന്നുവരെ ഞാൻ യൂട്യൂബൊക്കെ ഉപയോഗിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ ഞാനത് ഇതുവരെ കണ്ടില്ല. പക്ഷേ എനിക്കും കിട്ടിയ പണി ഇതൊക്കെ തന്നെ. കാരണം ഞാനും ഇതുപോലെ കറക്റ്റ് അളവെടുത്തിടും. കശി അവർ വന്ന് ഇടാൻ വരുമ്പം ടൈറ്റായിരിക്കും. പിന്നെ അത് അഴിച്ച് പണി. പിന്നീടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്താണ് പഠിക്കുന്നതെന്ന്. പിന്നീട് എനിക്ക് മനസ്സിലായി സംഭവം ഇങ്ങനെ ചെയ്തെങ്കിലേ അവർക്ക് കറക്റ്റ് ഫിറ്റ് ആകത്തുള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ട്രിക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പുതുതായിട്ട് കാണുന്നവരാരെങ്കിലും ആണെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ തയ്യൽ എന്ന് പറയുന്നുണ്ടല്ലോ, നല്ലൊരു വരുമാനം. എന്നെ തയ്യലിനെ ഇഷ്ടപ്പെടുന്നവർക്ക്, കാരണം ചിലവർക്ക് തയ്ക്കാൻ അറിയത്തില്ല, ഒരു സൂചി നൂലെടുത്ത് കോർക്കാൻ പോലും അറിയത്തില്ല. അപ്പം ഞാനൊക്കെ കുത്തിയിരുന്ന് തയ്ക്കുമ്പം തന്നെ ഇവിടെ എൻ്റെ ഹസ്ബൻഡ് പറയുമോ, നിന്നെയൊക്കെ സമ്മതിക്കണം, എത്ര സമയം മെനക്കെട്ടാണ് ഇതൊക്കെ വർക്കുകളൊക്കെ ചെയ്തെടുക്കുന്നത്. പക്ഷെ എന്നാലും എനിക്കതൊരു മുഷിപ്പോ മടിയോ അങ്ങനെ അങ്ങ് ഒന്നും ഫീൽ ഉണ്ടായിട്ടില്ല കേട്ടോ. ഉള്ള കാര്യമാണ്, എനിക്കെന്തോ ഇഷ്ടം ഉണ്ടായിട്ടായി, അതുകൊണ്ട് ഞാനങ്ങ് ചെയ്യുന്നു. അതുപോലെ നമ്മളെവിടെയായിരുന്നു പറഞ്ഞു നിർത്തിയത്? ഞാനും പറഞ്ഞ ആ ഫ്ലോയിൽ ഞാനങ്ങ് ഓർത്തില്ല. അത് ഞാൻ ഓർത്തിട്ട് പറയാം. അപ്പം നമ്മൾ ഈ കറക്റ്റായിട്ട് നമ്മൾ ഈ മെഷർമെൻറ്റ് എടുക്കുന്നതിൻ്റെ ആ ഒരു ട്രിക്കും കാര്യങ്ങളും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അടുത്ത ഒരു വീഡിയോയിൽ അത് ഇടുന്നതാണ്. അപ്പോൾ നമ്മൾ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ആ അളവിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. നമ്മൾ ഈ ഷോൾഡർ, ഞാൻ പലപ്പോഴും പല വീഡിയോയിലും കണ്ടിട്ടുണ്ട് ഷോൾഡർ ഇങ്ങനെ ചരിച്ച് വെട്ടുന്നത്. അപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇവരെന്തൊരു മന്ദബുദ്ധികളാണ്, ഇങ്ങനെയാണോ ആണോ വെട്ടുന്നത്? കഴുത്തിൻ്റെ ഭാഗത്തല്ലേ കയറ്റി പിടിച്ചുകൊണ്ട് നമ്മളിങ്ങനെ വെട്ടേണ്ടത്. എന്നുവെച്ചാൽ ഞാനിപ്പോൾ ഈ ചരിച്ച് വെട്ടുന്നത് തിരിച്ച് അങ്ങനെ ചെയ്തെങ്കിലല്ലേ കഴുത്ത് ഇങ്ങനെ പിടിച്ച് നിൽക്കത്തോളെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെച്ചാൽ ഇവർക്കൊന്നും ചിന്തിക്കാനുള്ള ബുദ്ധി ഇല്ലയോ എന്ന് വിചാരിക്കും. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്ത് വരുമ്പോഴും ഉണ്ടല്ലോ, ഈ കഴുത്ത് അങ്ങ് ഇറങ്ങി ഷോൾഡറിൽ നിന്ന് അങ്ങ് ഇറങ്ങി അങ്ങ് പോകുമായിരുന്നു ഫസ്റ്റിലേക്ക്. പിന്നീടാണ് എന്നുവെച്ചാൽ അങ്ങനെ അന്നേരം ഞാൻ എൻ്റെ ഒരു എൻ്റെതാണ് ശരിയെന്ന് പറഞ്ഞു ഞാൻ പിന്നെ അങ്ങനെയൊക്കെ തയ്ക്കുമായിരുന്നു. പിന്നാണ് എനിക്ക് മനസ്സിലായത്, നമ്മൾ ഒരിക്കലും അങ്ങനെ വെട്ടരുത്. വെച്ചാൽ ഇതിനിപ്പം വെട്ടിയേക്കുന്നതിന് തിരിച്ച് വെട്ടരുത്. ഇങ്ങനെ തന്നെ ഷോൾഡർ നമ്മൾ വെട്ടുക. കാരണം ഇച്ചിരി വൈഡ് നെക്കായിട്ടുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഷോൾഡർ വെട്ടിയെങ്കിൽ ഇറങ്ങി വരത്തില്ല. അപ്പം നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഷോൾഡർ ചരിച്ച് ഒരു 1/2 ഇഞ്ച് ചരിച്ച് വേണം വെട്ടേണ്ടത്. പിന്നെ അവർക്ക് ബാക്കിൽ സ്ക്വയർ വേണ്ട, ഒരു കർവ് പോലെ വേണമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ എടുക്കുന്ന ലെങ്ത് എത്രയാണോ ആ ലെങ്തിൻ്റെ എടുക്കുന്ന ഒരു ശകലം കർവ് പോലെ, നമ്മൾ ഈ വരച്ചേക്കുന്ന പോലെ കർവ് പോലെ ഒരു സൈഡ് കൊണ്ടൊന്ന് വരച്ച് കൊടുത്തു കഴിയുമ്പോൾ നല്ലൊരു
വൈഡ് ഒരു സ്ക്വയറായിട്ട് മാറും. കറക്റ്റ് സ്ക്വയർ അല്ല, ഒരു വൈഡ് റൗണ്ട് സ്ക്വയറായിട്ട് മാറും. അത് കഴിഞ്ഞിട്ട് നമ്മൾ താഴെ ഇതുപോലെ ഒരു ടക്ക് ഇടുമല്ലോ. ആ ടക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു ബോഡിയിൽ ഇങ്ങനെ പിടിച്ച് ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ് ആ ടക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. ടക്ക് വേണ്ട എന്നുള്ളവർക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ട നിർബന്ധമൊന്നുമില്ല. നമുക്കൊരു ഇതിന് വേണ്ടി നമ്മളങ്ങ് ഇട്ട് കൊടുക്കുന്നതല്ലോ. ഇതൊക്കെ നമ്മുടെ കഴിവാണ്. നമ്മൾ തുണി തയ്ച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആക്കി എടുക്കേണ്ടത് നമ്മുടെ കഴിവാണ്. നമ്മൾ ഒരിക്കലും മറ്റൊരാളുടെ വീഡിയോ കണ്ടിട്ട് നമുക്കും അതുപോലെ തയ്ക്കാമെന്നുള്ളൊരു ഉദ്ദേശത്തിൽ ആരും തുണി എടുക്കണ്ട. നമുക്ക് കഴിവുണ്ടോ, നമ്മൾ അവരുടെ ഒരു ഐഡിയ മാത്രമേ സ്വീകരിക്കാവുള്ളൂ. അതായത് എല്ലാം കറക്റ്റ് ഒരാൾ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യരുത്. നമുക്കൊരു ഐഡിയ നമ്മൾ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ തയ്ക്കാവുള്ളൂ. ബാക്കിൽ ഇതുപോലെ കെട്ട് വെക്കണമെന്ന് പറഞ്ഞു വൈഡ് നെക്കുള്ള കഴുത്ത് തരുന്നവർക്ക്, നമുക്ക് തുണി തരുന്നവരോട് നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞേക്കണം നമുക്ക് ബാക്കിൽ കെട്ട് വെക്കുക. ഇല്ല, അവർ പറയും വേണ്ട എനിക്ക് കെട്ട് വേണ്ട, എന്നാൽ ഏക്കാനേ പോകരുത്. വൈഡ് നെക്ക് ഉണ്ടോ നമ്മൾ ബാക്കിൽ കെട്ടി വെച്ചിരിക്കണം. കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഷോൾഡർ ഇറങ്ങി വരാൻ ചാൻസ് കൂടുതലാണ്. 99% നമ്മൾ വൈഡ് നെക്ക് വെച്ച് കഴിഞ്ഞാൽ കെട്ട് വെക്കണം. ഇപ്പം ചിലർക്ക് കെട്ട് വെക്കണ്ടെന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ ഓക്കെ, കെട്ട് വെക്കണ്ട. അകത്ത് ഈ നമ്മുടെ ബ്രാഡ വള്ളി കാണാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഹുക്ക് പോലൊരു സംഭവം വെക്കും, അത് വെച്ച് കൊടുത്താലും മതി. അപ്പം ഇങ്ങനെ ഇറങ്ങി വന്നാലും നമ്മുടെ ഉള്ളിലിട്ടേക്കുന്ന ഒന്നും കാണാൻ പറ്റില്ല. അപ്പം നമ്മൾ ഫസ്റ്റിൽ ഇതുപോലെ ലൈനിങ്ങിൻ്റെ തുണിയിൽ നമ്മൾ ബാക്ക് പീസ് വെട്ടി, അത് കഴിഞ്ഞിട്ട് ഇനി ഫ്രണ്ട് പീസ് വെട്ടാൻ വേണ്ടി നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഇതുപോലെ തുണി എടുത്തേച്ച് നമ്മൾ കറക്റ്റ് അളവ് എടുത്താൽ മതി. അളവെടുത്തിട്ട് നമ്മൾ ഇതുപോലെ നമ്മൾ ഒന്ന് ചോക്ക് വെച്ചൊന്ന് വരച്ചേച്ച് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. ഈ കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞിട്ട് വേണം നമ്മൾ നല്ല തുണിയിൽ ഇത് വെച്ച് നമ്മൾ വെട്ടേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഒരിക്കലും എന്ന് വെച്ചാൽ ലൈനിങ്ങിൻ്റെ തുണിയല്ലേ നമ്മൾ ഇത് മെഷർമെൻ്റ് ഒക്കെ എടുത്ത് നമ്മൾ കട്ട് ചെയ്യാവുള്ളൂ. ഫസ്റ്റ് കട്ട് ചെയ്യാവുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ നല്ല തുണിയിൽ വെച്ച് നമ്മൾ കട്ട് ചെയ്യാവുള്ളൂ. അതേസമയം ലൈനിങ് ഇല്ലാത്ത തുണി മാത്രം വരുമ്പോഴേ നല്ല തുണിയുടെ ചീത്ത വശത്തിട്ട് നമ്മൾ അളവെല്ലാം എടുത്ത് വെച്ച് കട്ട് ചെയ്യണം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മളിപ്പം ഈ സ്റ്റിച്ചിങ് എന്ന് വെച്ചാൽ വീട്ടിൽ ചുമ്മാതിരുന്ന് യൂട്യൂബ് നോക്കിക്കൊണ്ടിരിക്കുന്ന ചേച്ചിമാരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരോടാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ ഇരുന്ന് നമുക്കൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ബിസിനസ്സാണ് സ്റ്റിച്ചിങ്. സ്റ്റിച്ചിങ്ങിനെ ആരും കുറച്ച് കാണണ്ട. പക്ഷേ ഈ പറയുന്നത് വെച്ചാൽ നമ്മളൊരു മാക്സിമം, എനിക്ക് നോർമൽ മെഷീൻ്റെ റേറ്റ് കറക്റ്റ് അറിയില്ല, ഒരു 6000 അല്ലെങ്കിൽ ഒരു 7000 രൂപ അതിനകത്ത് എന്തുവായാലും നിൽക്കത്തുള്ളൂ. ഒരു മോട്ടറിൻ്റെ ഒരു 850 രൂപ 900 രൂപ. ഞാനിപ്പോൾ ഒരു മോട്ടർ വാങ്ങിച്ചായിരുന്നു, എനിക്ക് തോന്നുന്നു 850-900 രൂപയ്ക്ക് അടുത്തങ്ങാണ്ടായിരുന്നു ഒരു മോട്ടർ. പഴയ മിഷൻ, സാധാ മിഷൻ്റെ മോട്ടർ, അമ്പർല അങ്ങനെയൊക്കെയുള്ള മിഷൻ്റെ വേറെ റേറ്റാണ്. നമ്മളങ്ങനെ ആ മോട്ടറും മിഷനും കൂടെ വാങ്ങിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഏകദേശം 7000-6000 രൂപ മിഷന് 900 സംതിങ് രൂപ, അപ്പോൾ 850-900 രൂപ, ആ അത്രയും രൂപയുടെ ഒരു മോട്ടർ വാങ്ങിച്ച് നമ്മുടെ പെരയ്ക്കകത്ത് തന്നെ, നമ്മുടെ റൂമിനകത്ത്, നമ്മൾ അതിനായിട്ട് വേറെ ഒരു സൗകര്യം ഒരുക്കണ്ട, നമ്മളുടെ റൂമിനകത്ത് നമ്മൾ ഈ മിഷൻ ഇട്ട്, അല്ലെങ്കിൽ നമുക്ക് മിഷൻ ഇടാൻ പറ്റിയ സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതങ്ങനെ അങ്ങോട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ കുറച്ച് നൂലും വാങ്ങിച്ചു. മൂണിൻ്റെ നൂലാണ് ഏറ്റവും നല്ല നൂലെന്ന് പറഞ്ഞാൽ, ഏറ്റവും നല്ല സൂപ്പർ നൂലാണ്. ഞാൻ ഉപയോഗിച്ച കൂട്ടത്തിൽ ഏറ്റവും നല്ല നൂലെന്ന് പറഞ്ഞാൽ മൂണിൻ്റെ നൂലാണ്. അപ്പം നമ്മളത് കുറച്ച് നൂലുകളും വാങ്ങിച്ചു വെച്ചു. നമ്മളിപ്പോൾ കസ്റ്റമർ വരുമ്പോൾ പോയി ആ കളർ നോക്കി വാങ്ങിക്കരുത്. നമ്മൾ എന്തൊരു ആവശ്യത്തിന് നമ്മൾ പോയാലും, എൻ്റെ കയ്യിലൊരു 10-800 കളറോളം നൂലുകളുണ്ട്. കാരണം ഞാൻ എപ്പോൾ പോയാലും നൂലുകൾ, എനിക്ക് തുണി വന്നിട്ടല്ല, ഞാൻ നൂലുകൾ വാങ്ങിച്ച് വെക്കും. കാരണം വാങ്ങിച്ച് വെച്ച് അങ്ങനെ അങ്ങ് വെച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കരുത്. നൂലിൻ്റെ കാലാവധി കഴിയുമ്പോൾ അത് പൊട്ടി പോകാനുണ്ട്. പക്ഷേ എൻ്റെ നൂല് അങ്ങനെ ഇരിക്കത്തില്ല, പെട്ടെന്ന് അങ്ങ് തീർന്നു പോകും. കാരണം ഞാൻ ചെല്ലുമ്പോൾ ഞാൻ ഓരോ കളർ, വെറൈറ്റി ആയിട്ടുള്ള ഓരോ കളേഴ്സ് എടുത്ത് ഇങ്ങനെ വെക്കും. എൻ്റെ തന്നെ പച്ച തന്നെ എത്ര എണ്ണം ഉണ്ടെന്നറിയാമോ. അങ്ങനെയൊക്കെ ഞാനിങ്ങനെ നോക്കാതെ ഇങ്ങനെ എടുത്തങ്ങ് വെക്കും. കാരണം അതെനിക്ക് പ്രയോജനം. എനിക്ക് നൂല് വാങ്ങിക്കാനായിട്ട് പോകേണ്ട ഒരു ആവശ്യവും ഇന്ന് വരെ വന്നിട്ടില്ല ഞാൻ സ്റ്റിച്ചിങ് തുടങ്ങിയതിന് ശേഷം. കാരണം എൻ്റെ നൂലുകളെല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ എനിക്ക് അറിയാവുന്നവരൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ചേച്ചി ഒരു നൂല് തരാമോ എന്ന് ചോദിച്ചാലും അവർ വീട്ടിലിരുന്ന് സ്റ്റിച്ച് ചെയ്യുന്ന ചിലപ്പോൾ ഒന്ന് അടിക്കാൻ അറിയാവുന്നവരൊക്കെ ആയിരിക്കും. ഞാനൊരു നൂലെടുത്ത് അങ്ങനെയൊക്കെ കൊടുത്തിട്ടുമുണ്ട്. ഇപ്പം
ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു 7,000 രൂപ മുതൽ മുടക്ക് നിങ്ങൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരു വർഷം കൊണ്ട് അതിൻ്റെ 4 ഇരട്ടി നിങ്ങൾക്ക് ഈ സ്റ്റിച്ചിങ്ങിൽ നിന്ന് ഉണ്ടാക്കാം. കാരണം നമുക്കിപ്പോൾ ഡെയിലി നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് അറിയുവാണെന്ന് വെച്ചാൽ നല്ലപോലെ വർക്ക് ചെയ്യണം കേട്ടോ എന്നുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമ്മളെ തേടി പിടിച്ച ആൾക്കാർ വരും. അതുപോലാണ് സ്റ്റിച്ചിങ്ങിനകത്ത് നല്ലതുപോലെ പെർഫെക്ഷൻ. അത് കുറേ ട്രിക്കും കാര്യങ്ങളുണ്ട്. ഒരു യൂട്യൂബേഴ്സും ആരും ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാരണം ഇതിൻ്റെ അളവും കാര്യങ്ങളും എല്ലാം എടുക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. ഈ പറയുന്ന രീതിയിലൊന്നുമല്ല. നമ്മൾ ആ കറക്റ്റ് അളവൊന്നും തുണിയിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന ആൾക്ക് ആ ഒരു അളവ് കിട്ടത്തില്ല. അത് നല്ല ഇറുങ്ങിയിരിക്കും. ഇപ്പം 30 ഇഞ്ച് അളവ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, 30 ഇഞ്ച് അളവിൻ്റെ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 7.5 ഇട്ട് അളവെടുത്താലൊന്നും അവർക്ക് കറക്റ്റ് ആവത്തില്ല. അവർക്കത് ഫിറ്റായിട്ട് ഇരിക്കത്തുള്ളൂ. അതിനൊരു ട്രിക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ചാനലും കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിരണം. ആ ട്രിക്കും കാര്യങ്ങളും ഒക്കെ വേണം എന്നുണ്ടെങ്കിൽ, എനിക്ക് അതിൻ്റെ ആവശ്യമുണ്ടെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അന്നേരം നമ്മൾ അത് ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയും വീഡിയോ ആയിട്ട് ഇട്ട് തരാം. അപ്പം ഇതിപ്പം ഞാൻ നേരത്തെ നമ്മുടെ ഈ പ്രിൻസസ് കട്ടൊക്കെ എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന സമയങ്ങളിൽ ഇതുപോലെ കട്ട് ചെയ്തായിരുന്നു ഞാൻ എടുക്കുന്നത്. 1.5 ഇഞ്ച് 1 ഇഞ്ചും ഒക്കെ 1.5 ഇഞ്ച് 1/2 ഇഞ്ച് ഒക്കെ ഇതുപോലെ വിത്തിട്ടിട്ടായിരുന്നു കട്ട് ചെയ്ത് അങ്ങ് മാറ്റത്തേ ഉള്ളായിരുന്നു. പക്ഷേ ഇത് ഞാൻ കട്ട് ചെയ്യുന്നില്ല. കാരണം അല്ലാതെ ഞാനങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോവാണ്. കാരണം നമ്മൾ ഓരോന്നിൽ നിന്നും നമ്മൾ ഓരോന്ന് കണ്ടുപിടിച്ച് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളൊക്കെയാണ് സ്റ്റിച്ചിങ്. അല്ലാതെ ഒരാളുടെയും കണ്ട് നമ്മൾ ഡയറക്റ്റ് ചെയ്യാൻ പോകരുത്. അവർ പറയുന്ന കാര്യങ്ങൾ ട്രിക്കുകൾ മാത്രമേ നമ്മൾ ചെയ്യാവുള്ളൂ. അതായത് ഒരാൾ ചെയ്യുന്ന കണ്ട 32 ഇഞ്ച് അളവുള്ള ഒരു വ്യക്തിയുടെ ബ്ലൗസ് കട്ടിങ് ഇന്നതാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഇപ്പോൾ 32 ഇഞ്ച് വണ്ണമുള്ള ഒരാളുടെ ബ്രസ്റ്റിന് ചിലപ്പം ബ്രസ്റ്റ് കുറവായിരിക്കും, ചിലപ്പം ബ്രസ്റ്റിന് ഭയങ്കര വിട്ടുണ്ടായിരിക്കും. അങ്ങനെയൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഒരിക്കലും അങ്ങനെ നിങ്ങൾ ചെയ്യാൻ പോകരുത്. നമ്മൾ ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ പറയുന്ന ആൾക്കാരുടെ ഐഡിയകൾ മാത്രമേ സ്വീകരിക്കാവുള്ളൂ. വെട്ടുന്നതെല്ലാം നമ്മളുടെ സ്വന്തം കഴിവായിരിക്കണം. പിന്നെ നമ്മൾ എക്സ്ട്രാ കുറച്ച് തുണി നമ്മൾ ഇടുമല്ലോ, നമ്മൾ ഷേപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് എങ്ങനെ നമ്മൾ 2 ഇഞ്ച് എടുക്കണം. നമ്മൾ ചിലർ 1.5 ഇഞ്ചും 1 ഇഞ്ചും ഒക്കെ കാണിക്കും. അതൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് പിന്നെ ഏപ്പ് വെച്ച് തയ്ക്കേണ്ടി വരും. അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. നമ്മുടെ തുണി ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ 2 ഇഞ്ച് നമ്മൾ മാക്സിമം എടുത്തേ പറ്റത്തുള്ളൂ കേട്ടോ. എന്നിട്ട് ബാലൻസ് വരുന്ന നമ്മൾ കട്ട് ചെയ്തിട്ട് ലോക്ക് ഇടുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. പിന്നെന്ന് വെച്ചാൽ നമ്മൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഈ തുണി തയ്ക്കുന്ന കൂട്ടത്തിൽ നമ്മളിപ്പോൾ ഷേപ്പ് ചെയ്യാനായിട്ട് ഒരു 50 രൂപ നമ്മൾ ഷേപ്പിങ്ങിന് ഇപ്പം വാങ്ങിക്കുന്നുണ്ട്. അപ്പം നമ്മളിപ്പോൾ നമുക്കറിയാൻ വയ്യാത്ത ഒരാളാണെങ്കിലും അറിയാവുന്ന ഒരാളാണെങ്കിലും നമ്മൾ ജോലി ചെയ്യുന്ന കാശിന് കൂലിക്ക് നമ്മൾ ചെയ്യുന്ന ജോലിക്ക് നമ്മൾ കറക്റ്റായിട്ട് കൂലി വാങ്ങിക്കുക. പരിചയമൊക്കെ പിന്നീട്. അത്ര പരിചയമുള്ളവർക്ക് മാത്രമേ 50 രൂപ എന്നുള്ളത് ചിലപ്പോൾ 30 രൂപയോ 40 രൂപയോ ആക്കി 10 രൂപ കുറച്ച് കൊടുക്കാറുള്ളൂ. അല്ലാതെ നമ്മൾ ഒരിക്കലും പൈസ കുറച്ച് കൊടുക്കുകയോ വാങ്ങിക്കാതിരിക്കുകയോ ചെയ്യരുത്. നാളെ നമുക്കതൊരു മടിയായിട്ട് നമുക്ക് അവരോട് ചോദിക്കാൻ പിന്നെ ഒരു മടിയായിട്ട് വരും. അതുകൊണ്ട് ചെയ്യുന്ന ജോലിക്ക് കറക്റ്റായിട്ട് കൂലി വാങ്ങിക്കുക. എനിക്കിത് നിങ്ങളോട് പറയാനുണ്ട്. കാരണം എൻ്റെ പല സുഹൃത്തുക്കളും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കൊണ്ടുപോയി ഒന്ന് അടിച്ചതാ, പെട്ടെന്ന് ഒന്ന് അടിച്ചതാ, എന്നിട്ട് പറയും പൈസ പിന്നെ തരാമെന്ന്. പിന്നെ ആ വഴിക്കേ കാണത്തില്ല. അങ്ങനെ 3-4 പ്രാവശ്യമൊക്കെ കൊണ്ടുവന്ന് തരും. എങ്ങനെയാണ് വാങ്ങിക്കുന്നതെന്നൊക്കെ ചോദിച്ചിങ്ങനെ ആകെ ഇതായിട്ട് അങ്ങനെ വിഷമം പറയുന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ട് എനിക്ക് സ്റ്റിച്ച് ചെയ്യുന്നവർ. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞില്ലായിരുന്നോ, ഞാനൊരു ഫോട്ടോ അവർ തുണി കൊണ്ട് തന്ന് അന്നേരം എന്നെ ഒരു ഫോട്ടോ കാണിച്ചല്ലാതെ പിന്നെ ഞാൻ വെട്ടുമ്പോഴൊന്നും ഞാൻ ആ തുണി നോക്കിയിട്ടില്ല. മനസ്സിൽ ആ ഒരു ഫോട്ടോ ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആ നെക്കിനൊരു ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആ നെക്ക് നോക്കിയപ്പോൾ ഇച്ചിരി കൂടെ വൈഡായിട്ടായിരുന്നു വെട്ടി. അപ്പോൾ ആ രീതിയിലേക്ക് ഞാൻ ഇതുപോലെ വൈഡായിട്ട് വെട്ടിയിട്ടുണ്ട്. ഇതൊരു കോട്ടൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. സെറ്റ് സാരി അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. സെറ്റ് സാരിക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മളിതുപോലെ ഇത് നല്ല തുണിയിലിട്ട് നമ്മൾ ഇതിൻ്റെ അളവ് വെച്ച് നമ്മൾ വെട്ടി. അത് കഴിഞ്ഞിട്ട് നമുക്ക് താഴെ ഒരു ബാക്കിൽ തുണിക്ക് പടിക്ക് വേണ്ടി നമ്മൾ വെട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ബാക്കിൽ കെട്ടിയിടാൻ വേണ്ടി നമ്മൾ അതിൻ്റെ ഇച്ചിരി നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ ഞാനത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ അങ്ങ് വിട്ടുപോയെന്ന് തോന്നുന്നു, ഞാൻ ഓർക്കുന്നില്ല. അപ്പം നമ്മൾ ബാക്കി വരുന്ന തുണിയെല്ലാം നമ്മൾ മടക്കി അങ്ങ് വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിലെ തുണി 2 പീസായിട്ട് കട്ട് ചെയ്തെടുത്ത് മാറ്റി കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ. ഇപ്പോൾ ഓണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഫസ്റ്റ് സ്റ്റിച്ചിങ്ങിലോട്ട് ഇറങ്ങുവാണ്. അപ്പം ഓണത്തിൻ്റെ ഇടയ്ക്ക് കൊച്ചാൾ വന്ന് ഇതുപോലെ ചോക്കൊക്കെ ഇട്ട് അവിടെ എല്ലാം കുത്തി വരയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു.
എന്നിട്ട് ശ്വാസം മുട്ടെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് നമ്മൾ ഈ അവിടെ ഇവിടെ എല്ലാം നമ്മൾ ക്ലീൻ ചെയ്തിട്ട് മിഷീൻ്റെ പുറത്ത് ഇരിക്കാവുള്ളൂ. അത് മെയിനായിട്ട് നമ്മൾ ചെയ്യണം. അലസതയായിട്ടിട്ട് നമ്മൾ മിഷീൻ്റെ പുറത്ത് ഇരിക്കുകയേ ചെയ്യരുത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ തുണിയുടെ സൈഡുകളെല്ലാം നമ്മൾ അടിക്കണം. ഇതിപ്പം നമ്മൾ ലൈനിങ് നമ്മൾ തിരിച്ചിടുക, കൈയുടെ അവിടെ നമ്മൾ എക്സ്ട്രാ തുണി വെച്ച് മടക്കി അടിക്കുന്നില്ല, അത് തന്നെ നമ്മൾ തിരിച്ചിട്ട് മടക്കി അടിക്കും. ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, നമ്മളത് തിരിച്ചിട്ടേച്ച് മടക്കി അടിക്കുക. അപ്പം പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കഴുത്താണ്. നമ്മൾ ഹെമ്മിങ് ചെയ്യാൻ വേണ്ടി നമ്മൾ എക്സ്ട്രാ ഇതുപോലെ ഒരു പീസ് വെച്ചിട്ട് നമ്മൾ തിരിച്ചടിച്ചിട്ട് ഹെമ്മിങ് ചെയ്യാൻ ഇതുപോലൊരു ചതുരത്തിലൊരു പീസ് എടുത്തേച്ച് ഞാൻ അതിൻ്റെ പുറത്ത് വെച്ച് അതിൻ്റെ ഒരു അളവ് എടുത്തേച്ച് ഞാൻ ചോക്ക് വെച്ചേച്ച് നമ്മൾ വരച്ചിട്ട് നമ്മൾ തിരിച്ചടിക്കാണ്ട് ഇതുപോലെ നമ്മൾ സൈഡ് അടിച്ചേച്ച് വേണം നമ്മൾ വെച്ചടിക്കേണ്ട. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ സൈഡ് അടിക്കാൻ നോക്കിയാൽ ഭയങ്കര പാടാണ് കേട്ടോ. അതുകൊണ്ട് ആദ്യമേ ഇതുപോലെ നമ്മൾ സൈഡ് വെച്ച് അടിക്കണം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല തുണിയുടെ നല്ല ഭാഗത്ത് നമ്മളിതിൻ്റെ നല്ല ഭാഗം വെച്ചേച്ച് നമ്മൾ ഇതുപോലെ അടിച്ചു കൊടുത്തേച്ച് ഞാൻ ഈ ചെയ്യുന്ന രീതിയിൽ തന്നെ നിങ്ങൾ നോക്കി ചെയ്യേണ്ട. ഞാനീ പറയുന്നത് നിങ്ങളുടെ മനസ്സിലിരുന്നാൽ മതി, അതങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. എന്നിട്ട് നമ്മളിതുപോലെ അടിച്ചേച്ച് നമ്മൾ തിരിച്ചിട്ട് എന്നിട്ട് നമ്മളിനി ചെറുതായിട്ടൊന്ന് ഇതിൻ്റെ പുറത്തുകൂടെ പതിച്ചടിച്ചിട്ട് നമുക്ക് ഇത് ഹെമ്മിങ് ചെയ്യാനാണ് ചെയ്യേണ്ടത്. എനിക്കാണെങ്കിൽ ഈ ബ്ലൗസ് തയ്ക്കുമ്പോൾ ഏറ്റവും മടിയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഹെമ്മിങ്ങും ഹുക്കും വെക്കുന്ന ഒരു കാര്യമാണ് ഏറ്റവും മടിയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. ആദ്യമൊക്കെ എന്ന് വെച്ചാൽ ഞാനങ്ങനെ ഇരുന്ന് തയ്ക്കും, അല്ലാതെ എന്തോ ചെയ്യുമെന്ന് പറയും. ഇപ്പം ആണെങ്കിൽ പിന്നെ ഇപ്പം നമുക്ക് ഹുക്ക് വെക്കാൻ വരെയുള്ള ട്രിക്കുകൾ വന്നു കഴിഞ്ഞ് വേണ്ട. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ പടി അടിച്ച് വെക്കുക. ഞാൻ കട്ട് ചെയ്യുകയും ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ ഇതുപോലെ ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ കട്ട് ചെയ്യേണ്ട ഭാഗങ്ങളുള്ള രീതിക്കുള്ള തുണികളുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല, അതും ആ രീതിയിൽ ചെയ്യണം. ഈ രീതിയിൽ നിങ്ങൾക്ക് എളുപ്പം ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇതുപോലെ ബാക്ക് തുണിയും അടിച്ചേച്ച് നമ്മൾ കൈയാണ് അടിച്ചിട്ട് നമ്മൾ തിരിച്ചിട്ട് എന്നിട്ട് നമ്മൾ ബാക്കിൽ ഇതുപോലെ ഹുക്ക് വെക്കുന്ന രീതിയാണ് ഞാൻ അടുത്ത് കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ വീഡിയോ ഞാൻ എടുത്തപ്പം കറക്റ്റ് സ്റ്റിച്ചിങ് കാണുന്നെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു അത്രയും സൂമിങ് ചെയ്തു. പക്ഷെ അത്രയും സൂമിങ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം ഞാൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത്. കഴുത്തിന് ഞാൻ തിരിച്ചടിക്കാൻ വേണ്ടി ഹെമ്മിങ് ഇതുപോലെ നമ്മുടെ ക്രോസ് പീസ് കട്ട് ചെയ്തേച്ച് ഞാൻ ഇതുപോലെ അടിച്ചിട്ട് തിരിച്ചിടുകയാണ്. അപ്പം നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നതും കേൾക്കാം, വീഡിയോസിനകത്തും കാണുകയും ചെയ്യാം. അപ്പോൾ നമ്മളിതുപോലെ അടിച്ചിട്ട് തിരിച്ചിടാം. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയാനങ്ങ് വിട്ടു, 2-3 പ്രാവശ്യം പറഞ്ഞെങ്കിലേ നിങ്ങൾ കേൾക്കത്തുള്ളൂ. ഇപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബെല്ലൈക്കണും കൂടി അമക്കണം, അല്ലെങ്കിൽ മാത്രമേ നമ്മളുടെ വീഡിയോസൊക്കെ വരുന്ന നോട്ടിഫിക്കേഷനൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളത് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതുപോലെ നമ്മൾ അടിച്ചേച്ച് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നമ്മൾ ഇതുപോലെ ഒരു തുണി അടിച്ചിട്ട് നമ്മൾ തിരിച്ചിട്ടൊന്ന് പതിച്ചടിച്ചിട്ട് നമുക്ക് ഹുക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അതൊന്ന് അടയാളപ്പെടുത്തുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ തന്നെ വേറൊരു തുണി എടുത്തേച്ച് അതിൻ്റെ പുറത്തോട്ട് അടിച്ചേച്ച് നമ്മളിതുപോലെ ചരിച്ച് വെച്ച് ഞാൻ ഈ കാണിക്കുന്ന പോലെ നിങ്ങൾ ചെയ്യുക. ഇത് കണ്ടോ, ഇങ്ങനെ നമ്മൾ ചെറിയൊരു ചതുരം പോലെ ആക്കിയെടുക്കുക. കാരണം അതിലൂടെ നമുക്ക് ഹുക്ക് വെക്കേണ്ടതാണ്. എനിക്ക് ഏറ്റവും മടിയുള്ളൊരു കാര്യമായിരുന്നു ഈ ബ്ലൗസിനകത്തൊക്കെ ഹുക്ക് വെക്കുന്നത്. എനിക്ക് സഹിക്കാൻ പറ്റത്തില്ലായിരുന്നു. സമയം പോകുന്ന ഒരു പോക്കായിരുന്നു ഈ ഹുക്ക് വെക്കുന്ന പരിപാടി. എന്തായാലും ഇതുപോലെയുള്ള ട്രിക്കുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് കിട്ടിയതിന് ശേഷം നമ്മൾ ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കടകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹുക്കും അതിൻ്റെ കൊളുത്തും എക്സ്ട്രാ വാങ്ങിക്കാൻ കിട്ടും. മീറ്ററിന് 50 രൂപയാണ്. ഞാൻ അങ്ങനെ ഒരെണ്ണം എക്സ്ട്രാ വാങ്ങിച്ച് നോക്കി. ഒരെണ്ണം ഞാൻ വാങ്ങിച്ചുള്ളൂ, ഒരു ബ്ലൗസിൻ്റെ വെക്കാൻ പറ്റുന്ന രീതിയിൽ കളറിൻ്റെ ഒരു റെഡ് കളറായിരുന്നു വാങ്ങിച്ചത്. അപ്പോൾ നമ്മൾ എന്തിനു പറഞ്ഞാൽ അങ്ങനെ ഒന്നും പൈസ കളയേണ്ട കാര്യമില്ല. നമുക്ക് ഇതുപോലെ ഹുക്ക് എളുപ്പം വെക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഇത് ആദ്യം ഇച്ചിരി പാടായിരിക്കും, പക്ഷേ ഏറ്റവും എളുപ്പമുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് ഇതുപോലത്തെ ഇങ്ങനെ ചെയ്യാൻ കാണണമെന്നുണ്ടെങ്കിൽ വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരാം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങളുടെ മനസ്സിലിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ അത് കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാം. ഈ കളർ ആയതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം ഞാനിതുപോലെ അടിച്ചേച്ച് ഞാനിത് കറക്റ്റാക്കി
തിരിച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഹുക്ക് വെച്ചതിന് ശേഷം നമ്മൾ ബാക്കിലെ തുണി മറ്റേ എക്സ്ട്രാ തുണി ഉണ്ടല്ലോ, ആ തുണിയിൽ നമ്മളിങ്ങനെ അങ്ങോട്ട് അളവ് വെച്ചേച്ച് നോക്കണം. അതിൻ്റെ കൊളുത്തിടാൻ വേണ്ടി ഒരു വി പോലെ നമ്മൾ ചെയ്യുമല്ലോ, അതുപോലെല്ലാം നമ്മൾ ചെയ്തിട്ട് നമ്മൾ ഷോൾഡർ തമ്മിൽ കൂട്ടി അടിക്കണം. എൻ്റെ കയ്യിൽ ലോക്ക് ചെയ്യുന്ന മെഷീനുണ്ട്, അത് ഞാൻ പിന്നീട് ഞാൻ ലാസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ബ്ലൗസ് വേറെ ഉണ്ടല്ലോ, അപ്പോൾ അതെല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാനത് ചെയ്തിട്ടില്ല. ഇതെല്ലാം കഴിഞ്ഞ് വെച്ച് നമ്മൾ ബാക്കിലെ പടി നമ്മൾ വെച്ചിട്ടില്ലല്ലോ, 1/2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ എടുത്ത് വെച്ചതല്ലേ ഉള്ളായിരുന്നു. അപ്പോൾ നമ്മൾ ആ 1/2 ഇഞ്ചും നമ്മൾ അടയാളപ്പെടുത്തി. കാരണം ഇനി എത്രയും വേണ്ടതെന്നുള്ളത് നമ്മൾ അടയാളപ്പെടുത്തി വെച്ച് നമ്മളിതുപോലെ പടിക്ക് വെച്ചടിച്ചിട്ട് നമ്മൾ തിരിച്ചിട്ട് മടക്കി അടിക്കുക. ഇത്രയൊക്കെ ഉള്ള എളുപ്പമുള്ള കാര്യങ്ങളാണ് നമ്മളുടെ ഒരു ഐഡിയയ്ക്ക് നമ്മൾ ചെയ്യുക. നിങ്ങൾക്ക് വീട്ടിലിരുന്ന് നല്ലൊരു വരുമാനം. കാരണം നമ്മൾ ഇപ്പം നമ്മുടെ വീട്ടിൽ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തയ്ച്ച് ആദ്യം ആ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇട്ട് കൊടുക്കുക. നമ്മുടെ വീട്ടിലെ അമ്മമാർക്കും അനിയത്തിമാർക്കും ചേട്ടത്തിമാർക്കും എല്ലാം നമ്മൾ ഇതുപോലെ തയ്ച്ചൊക്കെ കൊടുക്കുക. നമ്മുടെ സാരികൾ തന്നെ നമ്മളിപ്പോൾ എക്സ്ട്രാ പോയി റണ്ണിങ് മെറ്റീരിയൽസ് അതൊന്നും എടുക്കേണ്ട കാര്യമില്ല. നമ്മുടെ വീട്ടിലിരിക്കുന്ന സാരികൾ നമ്മൾ തയ്ച്ചാൽ മതി. അത് തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. പാനൽ കട്ടൊക്കെ വെച്ച് നല്ല ഗൗണും കാര്യങ്ങളും എല്ലാം തയ്ക്കാൻ പറ്റും. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ വീട്ടിൽ ജോലി കിടന്ന് കരയുന്നുണ്ട് കേട്ടോ, അതാണ് ഇതിൻ്റെ ഇടയ്ക്ക് കേൾക്കുന്ന സൗണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ വൃത്തിയായിട്ട് നമ്മൾ തയ്ച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഓക്കെയാണ്. ഇതുപോലൊരു നമ്മളൊരു ഡെമ്മിയും കൂടെ വാങ്ങിക്കുവാണെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാൽ മതി, 400 സംതിങ് രൂപയുള്ളൂ. നമുക്ക് കറക്റ്റായിട്ട് നമുക്കൊരു ഭംഗിയായിരിക്കും നമ്മളിതുപോലെ തയ്ച്ചിടുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ആ ഓൾ എന്നുള്ള ബട്ടണും കൂടി പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ കാണത്തുള്ളൂ. ഞാൻ ബാക്കിലെ ഡോളിക്ക് വേണ്ടി ഒരു ചെറിയ കുഞ്ചലം പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ഈ വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. കമൻറ്റ്